നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ പോരാട്ടം ഏതായാലും കടുക്കും കനക്കും എന്നുറപ്പാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത്തവണ വേൾഡ് കപ്പ് ഇയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിലെ പെർഫോമൻസിന് വലിയ പ്രാധാന്യം സാധാരണഗതിയിൽ ബാലൻഡിയോർ നിർണയത്തിൽ പ്രതിഫലിക്കാറുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിച്ചിട്ടായിരിക്കും ബാലൻഡിയോർ പ്രഖ്യാപനമൊക്കെ വരിക. എന്തായാലും നിലവിലെ പ്രകടനം അനുസരിച്ച് ആരാണ് ബാലൻഡിയോറിന് കൂടുതൽ സാധ്യതയുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഒരു ബാലൻഡിയോർ പവർ റാങ്കിങ് 20ാം സ്ഥാനത്ത് ഇപ്പോൾ കൈസേഡോയാണുള്ളത്. ചെൽസിയുടെ കൈസേഡോ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം 19ാം സ്ഥാനത്ത് റാഫിഞ്ഞ ഈ സീസണിൽ ഇപ്പോൾ പരിക്ക് അദ്ദേഹത്തെ വലക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹം പരിക്ക് മാറി തിരികെ എത്തുന്നതോടുകൂടി കൂടുതൽ മികച്ച പ്രകടനത്തിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. കഴിഞ്ഞ തവണ പലരും റാഫിഞ്ഞയ്ക്ക് ബാലൻഡിയോർ സാധ്യത കൽപ്പിച്ചിരുന്നെങ്കിലും അത് അദ്ദേഹത്തിന് ലഭിക്കാതെ പോയി. 18ാം സ്ഥാനത്ത് ഹുലിയൻ അൽവാരസ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൽ മിന്നും പ്രകടനമാണ് അർജന്റീൻ യുവ സൂപ്പർ താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അർജന്റീനയ്ക്കൊപ്പം വേൾഡ് കപ്പിൽ കൂടി വലിയ പ്രകടനത്തിലേക്ക് അവൻ പോവുകയാണെങ്കിൽ ഇത്തവണ ബാലൻഡിയോറിന് നല്ല സാധ്യതയുണ്ട്. 17ാം സ്ഥാനത്ത് നെവസ് ആണുള്ളത്. PSG വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. മികച്ച പ്രകടനം അവനും നടത്തുന്നുണ്ട്. സോ പലരും അവനിലും സാധ്യത കാണുന്നുണ്ട്. 16ാം സ്ഥാനത്ത് ആഴ്സണലിൻ്റെ സാലിബ. ദെൻ 15ാം സ്ഥാനത്ത് അഷ്റഫ് ഹക്കീമിയാണ്. PSG അഷ്റഫ് ഹക്കീമി പോയ സീസണിലും മികച്ച പ്രകടനമായിരുന്നു. ഇത്തവണ ഇപ്പോൾ ആഫ്രിക്കയിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ PSG മുന്നേറ്റം ഏതുവരെ എന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ വേൾഡ് കപ്പുമുണ്ട്. മൊറോക്കോക്കൊപ്പം മികച്ച പ്രകടനം ഹക്കീമിക്ക് നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 14ാം സ്ഥാനത്ത് മറ്റൊരു PSG താരം, പോർച്ചുഗീസ് താരം ന്യൂനോ മെൻഡസ്. പോർച്ചുഗലിൻ്റെ അടുത്ത വേൾഡ് കപ്പിലെ കുതിപ്പിന് പുറകിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടയാളാണ്. പതിവ് പോലെ PSG അവൻ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 13ാം സ്ഥാനത്ത് ഗബ്രിയേൽ മെഗല്ലസ്. ആഴ്സണലിൻ്റെ ഡിഫൻസിലെ ശക്തി ദുർഗമാണ്. കാർലോ ആഞ്ചലോട്ടി വലിയ രൂപത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് അവനിൽ. ബ്രസീലിയൻ വേൾഡ് കപ്പ് പ്രോഗ്രസ്സിൽ വലിയ റോൾ അവനും വഹിക്കാനുണ്ട്. 12ാം സ്ഥാനത്ത് ഓസ്മാൻ ഡംബലെ. പോയ സീസണിലെ ബാലൻഡിയോർ ജേതാവാണ്. പക്ഷേ ഇത്തവണ പരിക്ക് അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ബുക്കായോ സാക്കയാണ് 11ാം സ്ഥാനത്ത്. ആഴ്സണലിൻ്റെ യുവ സൂപ്പർ താരം പോയ വർഷങ്ങളിലൊക്കെ പോലെ തന്നെ ഇപ്പോഴും മികവ് കാണിക്കുന്നുണ്ട്. 10ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗാം ആണ്. റയൽ മാഡ്രിഡിൻ്റെ ഇംഗ്ലീഷ് താരം ജൂഡ് ബെല്ലിംഗാം 10ാമത് വരുമ്പോൾ 9ാം സ്ഥാനത്ത് പാരീസ് സെന്റ് ജർമ്മൻ്റെ പോർച്ചുഗീസ് മധ്യനിര താരം വിറ്റീഞ്ഞയാണ്. വിറ്റീഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ UCL മത്സരത്തിൽ ഹാട്രിക് അടിക്കുന്നത് നമ്മൾ കണ്ടു. പാസിംഗ് മാസ്റ്റർ എന്ന വിളിപ്പേരുള്ള താരം മനോഹരമായ രൂപത്തിലാണ് കളി മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത തവണത്തെ വേൾഡ് കപ്പിൽ പോർച്ചുഗലിന് പ്രതീക്ഷയുള്ള താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. 8ാം സ്ഥാനത്ത് പെഡ്രിയാണ്. പെഡ്രി ബാഴ്സലോണയുടെ മധ്യനിരയിലെ മാന്ത്രികൻ. ഏതായാലും ബാഴ്സക്ക് ഇത്തവണ UCL ഒരു മികച്ച പ്രകടനം നടത്തണമെങ്കിൽ പെഡ്രിയുടെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ സ്പെയിനിൻ്റെ വേൾഡ് കപ്പ് ടീമിലും അദ്ദേഹത്തിന് സവിശേഷമായ സ്ഥാനമുണ്ട്. 7ാം സ്ഥാനത്ത് ഒലീസെ. ബയൺ മ്യൂണിക്കിന് വേണ്ടി മിന്നും പ്രകടനം നടത്തുന്ന താരം. അദ്ദേഹം 7ാമത് വരുമ്പോൾ 6ാമതാണ് വിനി ജൂനിയർ. സാബി അലോൺസോയുടെ കീഴിൽ അത്രയധികം അവസരങ്ങൾ, അതായത് ഫുൾ ടൈം കളിക്കാനൊന്നും അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പലവട്ടം പരാതിയൊക്കെ പറഞ്ഞ ആളാണ്. പക്ഷെ ഇപ്പോൾ സാബിയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധമൊക്കെ നല്ല രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന സൂചനയാണ് കഴിഞ്ഞ കളിയിൽ നിന്ന് ലഭിക്കുന്നത്. നല്ല രൂപത്തിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയാൽ വിനി വേറെ ലെവലാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റയലിന്റെ മുന്നേറ്റത്തിൽ മാത്രമല്ല ബ്രസീലിന്റെ മുന്നേറ്റത്തിലും അദ്ദേഹത്തിന് ഇത്തവണ പ്രധാനപ്പെട്ട റോള് വഹിക്കാനുണ്ട്. 5ാം സ്ഥാനത്ത് ലാമിനെ യമാൽ. കഴിഞ്ഞ തവണ ബാലൻഡിയോറിന്റെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് വന്നയാളാണ്. ഇത്തവണ പക്ഷേ എവിടെയോ ആ ഒരു ടച്ച് മിസ്സായിട്ടുണ്ടോ എന്ന സംശയം ആരാധകർക്കുണ്ട്. താരത്തിന് ക്യൂബിക് ഏരിയയിലെ ഒരു ഇഷ്യൂ, പുബാൽജിയ, അത് അദ്ദേഹത്തെ നന്നായിട്ട് വലക്കുന്നുണ്ട്. അതിൽ നിന്ന് റിക്കവർ ആവുന്നതനുസരിച്ചിരിക്കും അവൻ്റെ മികവ്. 4ാം സ്ഥാനത്ത് ഹാരി കെയ്ൻ. ഗോളടിച്ചങ്ങ് തിമിർക്കുകയല്ലേ. ഹാരി കെയ്ൻ തന്നെ പറഞ്ഞു, ബയൺ മ്യൂണിക്കിലേക്കുള്ള കൂടുമാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും നല്ല തീരുമാനമെന്ന്. ഇതുവരെ കിരീടങ്ങളൊന്നും നേടാത്തയാൾ ബയണിൽ പോയി കിരീടം ചൂട് നമ്മൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ വേൾഡ് കപ്പിലും മുത്തം ഇടുമോ കാത്തിരിക്കാം. എന്തായാലും ബാലൻഡിയോർ റാങ്കിങ്ങിൽ ഇപ്പോൾ അദ്ദേഹം 4ാമത് വരുമ്പോൾ 3ാമത് ഡെക്ലൻ റൈസ് ആണ്. ആഴ്സണലിന് വേണ്ടി എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച നാളുകളിലൂടെ ആയിരിക്കും അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവുക. 2ാം സ്ഥാനത്ത് എർലിംഗ് ഹാലൻഡാണ്, ഗോളടി മെഷീൻ. ഈ മെഷീന് ഈ എല്ലാ ഗോളടിയുടെ റെക്കോർഡും തകർത്ത് വാരിക്കൊണ്ട് പോവുകയാണ്. വേൾഡ് കപ്പിന് അവൻ്റെ ടീമിനെ ഗോളടി മേളം നടത്തിയിട്ടാണ് അവൻ
ക്വാളിഫൈ ചെയ്യിച്ചിട്ടുള്ളത്. അടുത്ത വേൾഡ് കപ്പിലും ഹാലൻഡ് ഉണ്ട്. ഇത്തവണത്തെ ബാലൻ ഡ്യൂറിന് നല്ല സാധ്യത പലരും കണക്കാക്കുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പ് ഇയറിൽ ബാലൻ ഡ്യൂറിന് നല്ല സാധ്യത എർലിംഗ് ഹാലൻഡിലുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ വേൾഡ് കപ്പ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മെസ്സിക്ക് പോവുകയും ചെയ്തു. ഇത്തവണ പക്ഷേ അതിന് അദ്ദേഹത്തിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. ഒന്നാമത് പക്ഷേ കിലിയൻ എംബാപ്പയാണ്. എന്തൊരു ഫോമിലാണ് അദ്ദേഹം ഉള്ളത്. ഇത്തവണ റയലിൻ്റെ ഗോളിൻ്റെ 3/4 പങ്കും അദ്ദേഹമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് UCL ആണെങ്കിലും ലലീഗയാണെങ്കിലും ഇപ്പോൾ ടോപ്പ് സ്കോറർ അദ്ദേഹമാണ്. പിന്നെ ഫ്രാൻസിൻ്റെ കൂടെ വേൾഡ് കപ്പിനും. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇത്തവണ ബാലൻ ഡ്യൂർ നേടാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് കിലിയൻ എംബാപ്പയ്ക്കാണ്. വളരെ പെട്ടെന്ന് ആദ്യത്തെ 5 സ്ഥാനം പറയാം. 1 എംബാപ്പെ, 2 എർലിംഗ് ഹാലൻഡ്, 3 ഡെക്ലൻ റൈസ്, 4 ഹാരി കെയ്ന്, 5 ലാമിനെ യമാൽ. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.